ആ ഉപ്പ ആഗ്രഹിക്കുകയാണ്, എന്റെ മകനൊന്ന് ഖുർആൻ ഓതിയിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരോട് പറയട്ടെ, അള്ളാഹു തന്ന മക്കള് അത് ഏറ്റവും വലിയ അനുഗ്രഹമാ. ഒരു മകനെങ്കിലും നിങ്ങൾ ആലിമാക്കണേ, ഒരു മകനെങ്കിലും നിങ്ങൾ ഹാഫിളാക്കണേ. ചേതനയേറ്റ ശരീരം നമ്മുടെ വീട്ടിൽ കിടക്കുമ്പോ ആത്മാവ് പിരിഞ്ഞുകൊണ്ട് ആത്മാവ് ഇങ്ങനെ വെമ്പൽ കൊള്ളുകയാണ്. എന്തെങ്കിലും ഒരു നന്മ എനിക്കാരെങ്കിലും ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് ആത്മാവിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോന് മനസ്സ് പടച്ചുകൊണ്ട് പടച്ചവനെ എന്നെ വളർത്തിയ എന്റെ ഉമ്മയാണ്, എന്നെ താരാട്ടുപാടി വളർത്തിയ എന്റെ ഉമ്മയാണ്, അമ്മിഞ്ഞപ്പാല് വന്ന് വളർത്തിയ എന്റെ ഉമ്മയാണ്. ഈ ഉമ്മ എനിക്ക് വേണ്ടി എത്രയാണ് ഭക്ഷണമൊടിച്ചതാ, എനിക്ക് വേണ്ടി എത്രയാ ഉറക്കമൊടിച്ചതാ. ആ ഉമ്മയല്ലേ ഈ കിടക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പരിശുദ്ധ ഖുർആനെന്ന് പാരായണം ചെയ്താൽ യാ റസൂലല്ലാഹ് ഹബീബായ നബിയേ, ഖുർആൻ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് ഓതിയാൽ ആ ഓത്തൊരാള് കേട്ടാൽ അവന് ലഭിക്കാൻ പോകുന്ന ബെനിഫിറ്റ് എന്താ? എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ആ ഖുർആനിന്റെ ശബ്ദം കേട്ടാൽ അല്ലാഹു നൽകുന്ന പ്രോഫിറ്റ് എന്താണ്? അല്ലാഹു നൽകുന്ന ബെനിഫിറ്റ് എന്താണ്? നബിയേ നബിയേ, അവിടുന്ന് സമുദായത്തെ പഠിപ്പിക്കണേ നബിയേ, ലഅല്ലകും അള്ളാഹുവിന്റെ സൈന്യങ്ങളുടെ പ്രത്യേകമായ പ്രൊട്ടക്ഷന് ഓതിയവന് ലഭിക്കുമെന്നല്ല പറഞ്ഞത്, അവന്റെ പ്രതിഫലം വലുതാണ് വലുതാണ്. ഓത്ത് കേട്ടവന് അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാം, മീകാഈൽ അലൈഹിസ്സലാം, അസ്റാഈൽ അലൈഹിസ്സലാം തുടങ്ങിയ വലിയ വലിയ മലക്കുകളുടെ പ്രൊട്ടക്ഷന് ആ മനുഷ്യന് അല്ലാഹു നൽകും. നബിയേ യാ റസൂലല്ലാഹ്, അനുഗ്രഹിക്കുമാറാകട്ടെ.